ധ്രുവനും മാതിയും സ്റ്റാലിനും ആകാശും രാവിലെ ഒരു 11 മണിയോടെ പാലക്കാട് തിരുവല്ലാമലയിൽ എത്തിയിരുന്നു. അവിടെയുള്ള ഒരു ടൗണിലാണ് അവരുടെ ഷോപ്പ്. അപ്പോഴാണ് അവരുടെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്നും ബ്ലാക്ക് കളർ ജീൻസും ഒരു ബ്രൗൺ കളർ ചെക്ക് ഷർട്ടും ഇട്ട ഒരാൾ ഇറങ്ങി. നീട്ടി വളർത്തിയ മുടിയും താടിയും, കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണത്തിൻ്റെ കുരിശുമാലയും, കയ്യിൽ ഒരു ബ്ലാക്ക് കളർ വാച്ചും ഇട്ടിട്ടുണ്ട്. ദേ, അവനാണ് എബിൻ, സ്റ്റാലിൻ പറഞ്ഞു. അപ്പോഴേക്കും എബിൻ അവരുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്നിരുന്നു. ഹായ് സ്റ്റാലിൻ സാർ, എബിൻ വിളിച്ചു. ഹായ് എബിൻ, ഇതെൻ്റെ കൂടപ്പിറപ്പുകളാണ്. നീ അറിയാത്തതൊന്നും അല്ലല്ലോ, സ്റ്റാലിൻ പറഞ്ഞു. ഏയ് അല്ല സാർ, എനിക്കറിയാം ഇവരെ മൂന്നാളെയും. സുഖമല്ലേ എല്ലാവർക്കും? എബിൻ ചോദിച്ചു. യെസ്, ധ്രുവൻ പറഞ്ഞു. എബിൻ നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ സ്റ്റാലിൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് അല്ലേ? ആദ്യ ചോദിച്ചു. തീർച്ചയായും, സ്റ്റാലിൻ പറഞ്ഞു. സ്റ്റാലിൻ സാർ എന്ന് ഞാൻ വിളിക്കുന്നേയുള്ളൂ. സാർ എൻ്റെ ചേട്ടനെ പോലെയാണ്. അപ്പോൾ പിന്നെ സാറിനെ വേണ്ടപ്പെട്ടവർ എനിക്കും അതേപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ജാഗ്രതയായി ഇരിക്കുന്നത്, എബിൻ പറഞ്ഞു. എബിൻ്റെ സംസാരവും അവൻ്റെ ആത്മാർത്ഥതയുമെല്ലാം അവർ മൂന്നുപേർക്കും നല്ലപോലെ ഇഷ്ടമായി. അപ്പോൾ സാർ, ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക്. നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് നടന്നു പോയാലോ? എബിൻ ചോദിച്ചു. അതിനെന്താ, നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ധ്രുവൻ പറഞ്ഞു. അതോടെ എബിൻ മുന്നിലും അവൻ്റെ പിന്നിൽ അവരും നടന്നു. എബിൻ ഓരോ കാര്യങ്ങളും അവർക്ക് നല്ലതുപോലെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം അവർ നടന്ന് ആ ഒരു വലിയ ഷോപ്പിന് മുന്നിൽ എത്തിയിരുന്നു. അതിൻ്റെ മുന്നിലായി എബിൻ നിന്നു. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഈ പാലക്കാടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് ഇത്. ഞാൻ സ്റ്റാലിൻ സാറിൻ്റെയും ആകാശ് സാറിൻ്റെയും ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, എബിൻ പറഞ്ഞു. ഓക്കെ, ഈ ഷോപ്പ് നീ വേണം മാനേജ് ചെയ്യാൻ. എൻ്റെയും സ്റ്റാലിൻ്റെയും ബിസിനസ് എമൗണ്ട് ഈ ജോയിൻ്റായ ഷോപ്പിൻ്റെ അക്കൗണ്ടിൽ വരും. നിനക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാകും. മൗനിക എന്നാണ് ആ കുട്ടിയുടെ പേര്. നീ വേണം അവളെ ട്രെയിൻ ചെയ്യാൻ. ഈ ഷോപ്പിൻ്റെ മുകളിൽ തന്നെ എൻ്റെയും സ്റ്റാലിൻ്റെയും ക്യാബിൻ ഉണ്ടാകും. പിന്നെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇനി എല്ലാ ബിസിനസ്സുകളും നോക്കുന്നത്, ആകാശ് പറഞ്ഞു. ഓക്കെ സാർ, ഈ മൗനിക വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്ന് നോക്കിയോ? എബിൻ ചോദിച്ചു. എബി, നീ സ്റ്റാലിനെ ചേട്ടനായിട്ട് കാണുന്നതെന്ന് പറഞ്ഞില്ലേ? അവനെ ചേട്ടനെന്ന് വിളിച്ചോളൂ. അവൻ്റെ കൂടപ്പിറപ്പുകളായി ഞങ്ങളെയും ചേട്ടാന്ന് തന്നെ വിളിച്ചോളൂ, ധ്രുവ പറഞ്ഞു. ഓക്കെ ധ്രുവേട്ട, എബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ മൗനിക പാവം കുട്ടിയാണ്. ഇത്തിരി വായാടിത്തരമുണ്ട് എന്നേ ഉള്ളൂ, ആകാശ് പറഞ്ഞു. ഓക്കെ, എബിൻ പറഞ്ഞു. എബിൻ, നീ വേറെ വീടൊന്നും എടുക്കണ്ട. ഞങ്ങളുടെ വീടുണ്ടല്ലോ, അവിടെ നിന്നോ. വിഷു കഴിഞ്ഞ് നമുക്ക് ഇവിടേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ ഇപ്പോൾ പോകുന്ന രീതിയിൽ പോട്ടെ, ആദി പറഞ്ഞു. അത് വീട്ടിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ ആദ്യേട്ടാ, എബി പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല. നീ നിൻ്റെ കാറിൽ ഞങ്ങളുടെ കൂടെ ഫോളോ ചെയ്തിട്ട് വാ, ധ്രുവൻ പറഞ്ഞു. അതോടെ എബിൻ ചിരിച്ചുകൊണ്ട് എബിൻ്റെ കാറിലേക്ക് കയറി. അത് സ്റ്റാർട്ട് ചെയ്തു. അടുത്തുള്ള കടയിൽ നിന്നും ആദ്യം ധ്രുവനും ഐസ്ക്രീമും കടലമിഠായും വാങ്ങിയിട്ട് അവരും വണ്ടിയിൽ കയറി. സ്റ്റാലിനാണ് വണ്ടി ഓടിച്ചത്. അവൻ വീണ്ടും വേഗത്തിൽ പറപ്പിച്ചു വിട്ടു. അവരുടെ ആ വണ്ടിക്ക് പിന്നാലെ എബിനും അവൻ്റെ കാർ സ്പീഡിൽ പറപ്പിച്ചു തന്നു. വൈകുന്നേരമായതും മൗനി യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. അതോടെ ഏട്ടത്തിമാരും അനിയനും കൂടി സന്ധ്യാവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്ത് ഉമ്മറത്തെണ്ണയിൽ ആൺപിള്ളേർക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി. ഞാൻ ശിവേട്ടനോട് ഐസ്ക്രീം വാങ്ങിയിട്ട് വരാനായി പറഞ്ഞിട്ടുണ്ട്, ദേവു പറഞ്ഞു. ദേവേടത്തി, എനിക്ക് തരുമോ? അജു ചോദിച്ചു. കുറച്ച് തരാം, പിന്നെ തരില്ല, ദേവു പറഞ്ഞു. കുറച്ച് മതി, പക്ഷെ ഞാൻ വാങ്ങുമ്പോൾ ഒരാൾക്കും ഒരു തരി പോലും തരില്ല, അജു പറഞ്ഞു. ഓ വേണ്ട, നിൻ്റെ ഐസ്ക്രീം, വിന്ദ പറഞ്ഞു. അതെന്നെ വലിയ ആളാണെന്ന വിചാരം, ഒന്ന് പോടാ, അജു കുഞ്ചു, മീനു പറഞ്ഞു. വേണ്ട മീനു, അവൻ നമ്മുടെ കുഞ്ഞനിയനല്ലേ, നീ ഇങ്ങനെ പറയല്ലേ, വേദ പറഞ്ഞു. അതാണ് എൻ്റെ വേദയെടത്തി എന്ന് പറഞ്ഞ് അജു വേദയുടെ മടിയിൽ കിടന്നു. വേദ ഒരു പുഞ്ചിരിയോടെ അജുവിൻ്റെ തലയിൽ മെല്ലെ തലോടി. ദേവും മീനും വിന്ദയും അതൊരു ചിരിയോടെ നോക്കി നിന്നു. സംഭവം എന്ത് പറഞ്ഞാലും ദേവുവിനും മീനുവിനും അതുപോലെ വിന്ദയ്ക്കും അജുവിനെ വലിയ ഇഷ്ടമാണ്. പ്രായം കൊണ്ട് അജു അവരെക്കാളും മൂത്തതാണെങ്കിലും അവർക്ക് 4 പേർക്കും അവൻ കുഞ്ഞനിയനാണ്. അജുവിനും അതാണ് ഇഷ്ടം. മറ്റന്നാൾ വിഷു അല്ലേ, കണി വെക്കണം, ദേവു പറഞ്ഞു. പടക്കം പൊട്ടിക്കണം, മീനു പറഞ്ഞു. നാളെ ഷോപ്പിങ്ങിന് പോയി എല്ലാം വാങ്ങണം. ഓട്ടുരുളി വാങ്ങണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. നല്ല ഭംഗിയായി കണി വെക്കണം. ഒരു കുഞ്ഞു വെള്ളരി ഈ വീടിൻ്റെ മുന്നിൽ കെട്ടിയിടണം, വേദ പറഞ്ഞു. നല്ലൊരു സമാധാനമുണ്ടല്ലേ ഇവിടെ, വിന്ദ പറഞ്ഞു. അതെ, നല്ല തണുത്ത കാറ്റ് വൈകുന്നേരം. പക്ഷേ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്, ദേവു പറഞ്ഞു. അത് ഈ പാലക്കാടല്ലേ, ഇവിടെ ഈ മാസം എല്ലാം നല്ല ചൂടായിരിക്കും, വിന്ദ പറഞ്ഞു. എന്നാലും നല്ല ശാന്തതയുള്ള ചുറ്റുപാടാണ് ഇവിടെയെല്ലാം, വേദ പറഞ്ഞു. അപ്പോഴാണ് ആ വീടിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് ഒരു കാറ് വന്ന് നിന്നത്. അതിൻ്റെ പിന്നിൽ വേറെ ഒരു കാറും. ആദ്യം വന്ന് നിന്ന കാറ് ഇവിടെയുള്ള ആൺപിള്ളേരുടെയാണെന്ന് മനസ്സിലായെങ്കിലും പിന്നിൽ വന്ന കാർ ഏതാ എന്ന് അവർക്ക് മനസ്സിലായില്ല.
കാറിൽ നിന്നും സ്റ്റാലിനും ആകാശും ധ്രുവനും ആദ്യം ഇറങ്ങി. രണ്ടാമത്തെ കാറിൽ നിന്നും ബാഗുമായി എബി ഇറങ്ങി വന്നു. ആൺപിള്ളേരും എബിയും ആ വീടിൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പോഴേക്കും അജു വേദയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അജു അജു, വേദ മെല്ലെ തട്ടി വിളിച്ചു. അമ്മേ, ഇപ്പോൾ വിളിക്കല്ലേ, അജു വേദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതോടെ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി തങ്ങി. വേദ പുഞ്ചിരിയോടെ അജുവിനെ വിളിച്ചു. അജു വന്നേ, എണീക്ക്, നമുക്ക് അകത്ത് പോയി കിടന്നുറങ്ങാം, ഇപ്പോൾ എഴുന്നേക്ക്, വേദ പറഞ്ഞു. അതോടെ അജു കണ്ണു തുറന്നു വേദയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്നവരെ അവൻ കണ്ടത്. അതോടെ അജു ചാടി എഴുന്നേറ്റു. ആഹാ, വന്നോ മഹാന്മാർ, അജു ചോദിച്ചു. എന്താടാ നിനക്കൊരു പുച്ഛം, ധ്രുവ് ചോദിച്ചു. എവിടെ ഐസ്ക്രീം, അജു ചോദിച്ചു. ദേ, ഇതിലെല്ലാവർക്കുമുണ്ട് എന്ന് പറഞ്ഞ് ധ്രുവൻ കയ്യിലിരുന്ന കവർ അജുവിന് കൊടുത്തു. ഇതാരാ ശിവേട്ടാ, ദേവു എബിനെ നോക്കിക്കൊണ്ട് ഒരു സംശയത്തോടെ ചോദിച്ചു. ഇതേ സ്റ്റാലിൻ്റെ അനിയൻ, അതായത് ഞങ്ങളുടെ കൂടെ അനിയൻ എബിൻ, ധ്രുവൻ പറഞ്ഞു. ആണോ, മീനു ചോദിച്ചു. അതെ മീനൂട്ടി, ഇതാണ് എബിൻ, ധ്രുവൻ പറഞ്ഞു. എബിനെ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ എല്ലാവർക്കും എബിന് നല്ലപോലെ അറിയാം, ആദി പറഞ്ഞു. എങ്കിൽ പറ, ആരാ ഞാൻ, അജു ചോദിച്ചു. അർജുൻ, എബി ചിരിയോടെ പറഞ്ഞു. ആഹാ സെറ്റ്, ഇനി മുതൽ നമ്മൾ കമ്പനിയാണ് കേട്ടോ എബിക്കുട്ട, അജു പറഞ്ഞു. ഓക്കെ, എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും എബിക്ക് ഞങ്ങളെ അറിയാമല്ലോ, ഇനി പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ, ദേവു പറഞ്ഞു. വേണ്ട, എനിക്കറിയാം എല്ലാവരെയും, എബി ഒരു ചിരിയോടെ പറഞ്ഞു. ഇവർക്കൊക്കെ എബി അനിയനാണെങ്കിൽ സ്ഥാനം കൊണ്ട് ഞങ്ങളുടെ അനിയനായിക്കൂടെ, വിന്ദ പറഞ്ഞു. ഇത് വിശ്വസിക്കരുത്, അനിയനായി കഴിഞ്ഞാൽ നീ എന്നെപ്പോലെ എയറിലാകും, അനുഭവം ഗുരു, ഇവിടെ ആകെ പാവം വേദേടത്തി മാത്ര, അജു പറഞ്ഞു. അതെ, നിന്നെപ്പോലെ എബി വിടുവായിത്തരം പറയില്ല, നീ ബുദ്ധിയില്ലായ്മ അലങ്കാരമാക്കിക്കൊണ്ട് നടന്ന് ആഘോഷിക്കുന്നവനാ, ദേവു പറഞ്ഞു. കണ്ടോ കണ്ടോ, ഇതാണ് അവസ്ഥ, അജു പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഏട്ടത്തിമാർ തന്നെയാണ്, അജുവിനെ പോലെ തന്നെ അനിയനായി കണ്ടാൽ മതി. പിന്നെ ഇനി മുതൽ അജു നിന്റെ കൂടെ ഞാനില്ലേ, നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം, എബിൻ പറഞ്ഞു. ആ, ഈ കൂട്ടത്തിൽ ഒരുത്തിയും കൂടെ ഉണ്ട്, അവളും കൂടെ വന്നാൽ ത്രിമൂർത്തികളായി, ധ്രുവ് പറഞ്ഞു. അത് ശരിയാ, വായ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, എന്തേലും പറഞ്ഞോണ്ടേയിരിക്കും, ആദി പറഞ്ഞു. അതെന്നെ, മൗനിക എന്ന പേര്, പക്ഷേ ആ പേരും ആ കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, സ്റ്റാലിൻ പറഞ്ഞു. അതെ, മൗനം എന്ന് പറഞ്ഞത് അവളുടെ അടുത്തുകൂടെ പോയിട്ടില്ല, ആകാശ് പറഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് കയറിയിരുന്ന് സംസാരിക്കാം, വാ എല്ലാവരും, വേദ വിളിച്ചു. അതോടെ എല്ലാവരും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു. എബിന് ചായ എടുക്കട്ടെ, വേദ ചോദിച്ചു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട വേദയെടുത്തി, ഇനി രാത്രിയിൽ ഫുഡ് കഴിക്കാം, എബി പറഞ്ഞു. അതാണ് നല്ലത്, അല്ലെങ്കിൽ ചായ കുടിച്ച് വയറ് നിറയും, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മീനു പറഞ്ഞു. അതും ശരിയാ, ദേവു പറഞ്ഞു. നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം, മറ്റന്നാൾ വിഷുവാ, കണി വയ്ക്കണം, പടക്കം പൊട്ടിക്കണം, വിന്ദ പറഞ്ഞു. അതൊക്കെ ഓൾറെഡി സെറ്റാണല്ലോ, സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. നാളെ മൗനിയും കൂടെ വന്നോട്ടെ അല്ലേ, വേദ പറഞ്ഞു. വന്നോട്ടെ, ഞാൻ അവളെ വിളിച്ച് പറയാം, അജു പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാം, മീനു പറഞ്ഞു. പിന്നെ അജു, നിൻ്റെ റൂമൊന്ന് മാറ്റി നിൻ്റെ റൂം എബിന് കൊടുക്കണം, നീ അതിൻ്റെ അപ്പുറത്തെ മുറി എടുത്തോ കേട്ടോ, ആകാശ് പറഞ്ഞു. ഓക്കെ, വാ മോനെ എബി, അജു എബിയയുടെ ബാഗ് വാങ്ങി തോളിലിട്ടുകൊണ്ട് പറഞ്ഞു. അതോടെ എബി ചിരിച്ചുകൊണ്ട് അജുവിൻ്റെ പിന്നാലെ ചെന്നു. ബാക്കി എല്ലാവരും ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി. പെൺപിള്ളേർ മെയിൻ ഡോർ അടച്ചിട്ടിട്ട് ഫുഡ് എടുത്ത് വെക്കാനായി അടുക്കളയിലേക്ക് പോയി. എല്ലാവരും ഫ്രഷായി വന്നു, കഴിക്കാനായിരുന്നു. ആ ഫുഡ് വിളമ്പിയത് വേദയാണ്. എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ട് അവളും കഴിക്കാനിരുന്നു. നീ മൗനിയെ വിളിച്ച് പറഞ്ഞോ അജു, ദേവു ചോദിച്ചു. ആ പറഞ്ഞിരുന്നു, അവൾ നാളെ രാവിലെ തന്നെ ഇവിടെ ലാൻഡ് ചെയ്യും, അജു പറഞ്ഞു. അവൾക്കും വിഷുക്കോടി എടുത്തു കൊടുക്കണം, മൗനി പാവമാണ്, വേദ പറഞ്ഞു. എബിൻ എല്ലാവരുടെയും സംസാരം കേട്ടുകൊണ്ട് ആ ചെയറിൽ ഇരുന്നു. എല്ലാവരുടെയും സംസാരത്തിൽ ഒരു പേരേ ഉള്ളൂ, മൗനി എന്ന് അവൻ ഓർത്തു. ഈ വിഷു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം നീ കോളേജിൽ പൊക്കോണം, ധ്രുവ് പറഞ്ഞു. അപ്പോൾ അഡ്മിഷൻ, അജു ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് മോനെ, നീ അങ്ങ് പോയാൽ മതി, സ്റ്റാലിൻ പറഞ്ഞു. ചതിച്ചതാ, അജു പറഞ്ഞു. അതെ, ആദി പറഞ്ഞു. പിന്നെ അജു ഒന്നും മിണ്ടാൻ പോയില്ല. ഇനി മിണ്ടിയാൽ നാളെ തന്നെ കോളേജിൽ പൊക്കോളാൻ പറയൂ എന്നൊരു പേടി, അതെന്നെ. അങ്ങനെ ചിരിയും കളിയുമായി എല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാം വൃത്തിയാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാനായി പോയി. ദേവു റൂമിലേക്ക് വരുമ്പോൾ ഫോണിൽ നോക്കി കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു ധ്രുവ്. ദേവു വാതിലടച്ച് കുറ്റിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. മുടിയൊന്ന് അഴിച്ച് വിടർത്തിയിട്ട് ഒന്നുകൂടി മുറുകെ കെട്ടിവെച്ചു. ശേഷം കബോർഡിൽ നിന്നും ചുവപ്പ് നെയിൽ പോളിഷ് എടുത്തുകൊണ്ട് ധ്രുവൻ്റെ കയ്യിലിരുന്ന ഫോൺ മാറ്റി നെയിൽ പോളിഷ് വെച്ച് കൊടുത്തു. ഇതെന്തിനാ അഞ്ജു, ആ നെയിൽ പോളിഷ് തിരിച്ചും മറിച്ചു നോക്കിക്കൊണ്ട് ധ്രുവൻ ചോദിച്ചു. നെയിൽ പോളിഷ് എന്തിനാ, കൈ വിരലിലും കാലിലെ വിരലിലും ഇടാൻ, ദേവു പറഞ്ഞു. ഞാൻ ഇട്ടുതരണോ അഞ്ജു, ധ്രുവൻ ചോദിച്ചു. പിന്നെ വേണ്ടാതെ, ശിവേട്ടൻ ഇട്ടുതരണം, നല്ല ഭംഗിക്ക്, തെറ്റിയാൽ ഇടിക്കും, ധ്രുവൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. ശ്രമിക്കാം, ധ്രുവ് ദേവുവിൻ്റെ കവിളിൽ കടിച്ചു വിട്ടുകൊണ്ട് മെല്ലെ പറഞ്ഞു. ദേവു ധ്രുവൻ്റെ നേരെ കൈ നീട്ടി കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ധ്രുവൻ നെയിൽ പോളിഷിൻ്റെ ടോപ്പ് തുറന്നുകൊണ്ട് മെല്ലെ ദേവുവിൻ്റെ
കുഞ്ഞു വെളുത്ത വിരൽ നഖത്തിൽ ഇട്ടുകൊടുത്തു. മെല്ലെ നല്ല സൂക്ഷ്മതയോടെ നെയിൽ പോളിഷ് ഇടുന്ന ധ്രുവനെ തന്നെ ദേവു അങ്ങനെ നോക്കിയിരുന്നു പോയി. അങ്ങനെ അവൻ 5 വിരലിലും നെയിൽ പോളിഷ് ഇട്ടു ഭംഗിയാക്കി കൊടുത്തു. ദേവു കൈവിരൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ ദേവു അവനെ കെട്ടിപ്പിടിച്ചു. ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇനി കാലിലിട്ടുതാ, ദേവു പറഞ്ഞു. അതോടെ ദേവു നീട്ടിവെച്ച കാലിൽ അവൻ മെല്ലെ ഒരു ചിരിയോടെ നെയിൽ പോളിഷ് ഇടാൻ തുടങ്ങി. ദേവു ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി ആ കട്ടിലിൽ ഇരുന്നു. അവളുടെ 2 കാൽ വിരലും ധ്രുവൻ നല്ല ഭംഗിയായി നെയിൽ പോളിഷ് ഇട്ടുകൊടുത്തു. വാവ്, ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എൻ്റെ തെമ്മാടി? നല്ല ഭംഗിയുണ്ടല്ലോ, ദേവു പറഞ്ഞു. ഇതൊക്കെ എന്ത്? ധ്രുവൻ പറഞ്ഞു. ഓഹോ, ദേവു ധ്രുവൻ്റെ മടിയിൽ കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ധ്രുവൻ ദേവുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് അവളോട് ചേർത്ത് അവളുടെ കുഞ്ഞു മൂക്കിൽ മെല്ലെ ചുംബിച്ചു. വിഷു കഴിഞ്ഞാൽ പാലക്കാട് DYSP ആയി ഞാൻ ഈ നാട്ടിൽ ജോയിൻ ചെയ്യും മഞ്ജു, ധ്രുവ് പറഞ്ഞു. അതിനെന്താ ശിവേട്ട, അത് നല്ലതല്ലേ? ഇവിടെയാണെങ്കിൽ അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ, ദേവു പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പിന്നെ എപ്പോഴും നിന്നെ ഇങ്ങനെ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ധ്രുവ് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അച്ചോടാ, എന്നാൽ ശിവേട്ടൻ എന്നെ പിടിച്ച് ജയിലിലിട്, അപ്പോൾ എപ്പോഴും കാണാലോ, ദേവു പറഞ്ഞു. എന്തു കുറ്റം ചെയ്തു എന്ന് പറയും മഞ്ജു? ഒരാളെ ഒരു കാര്യമില്ലാതെ ജയിലിലിടാൻ പറ്റില്ല, ധ്രുവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ശിവേട്ടനെ പീഡിപ്പിച്ചു എന്ന് പറയാം, ദേവു പറഞ്ഞു. അപ്പോൾ നീ എന്നെ പീഡിപ്പിക്കാൻ പോവാണോ അഞ്ജു മോളെ? ധ്രുവൻ ചോദിച്ചു. അതെ. എന്താ പേടിയുണ്ടോ? ദേവു ചോദിച്ചു. അയ്യോ, എന്നെ നശിപ്പിക്കാതിരിക്കല്ലേ അഞ്ജു, ധ്രുവ് പറഞ്ഞു. അത് കേട്ട് ദേവു പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ടതും ധ്രുവും ദേവുവിൻ്റെ ഒപ്പം പൊട്ടിച്ചിരിച്ചു. പേടിക്കണ്ടാട്ടോ, ഞാൻ നശിപ്പിക്കില്ല കേട്ടോ, ദേവു ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഞാൻ നിന്നെ നശിപ്പിക്കും മഞ്ജു, എന്ന് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ധ്രുവ് ദേവുവിനെ അവൻ്റെ മടിയിൽ നിന്നും എടുത്ത് കട്ടിലിൽ കിടത്തിയിരുന്നു. ശേഷം ഒരു ചിരിയോടെ അവളുടെ കാലിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നു. ദേവു ഒരു ചിരിയോടെ ധ്രുവനെ അവളിലേക്ക് അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. വിന്ദ റൂമിലേക്ക് വരുമ്പോൾ ബാൽക്കണിയിലായിരുന്നു ആദി. അതോടെ അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. ഇതെന്താ ദേവേട്ട ഇവിടെ നിൽക്കുന്നത്? വിന്ദ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയതാ മിത്ര, ആദി പറഞ്ഞു. അതിനു മാത്രം എന്താ ഇത്ര ആലോചിക്കാനുള്ളത് ദേവേട്ട? വിന്ദ ആദിയോട് ചോദിച്ചു. പിന്നെ ഒത്തിരി ഉണ്ട് എൻ്റെ മിത്രകുട്ടി, ഞാൻ ഒന്നും ഈ ഒരു ജീവിതം സ്വപ്നം പോലും കണ്ടിട്ടില്ല, എന്നിട്ടും സ്വപ്നത്തേക്കാൾ മനോഹരമായ നല്ലൊരു ജീവിതം കിട്ടി, ആദി പറഞ്ഞു. ആദിയേട്ടാ, നമ്മൾ സ്വപ്നം കാണുമ്പോൾ ആ കാണുന്ന എല്ലാ സ്വപ്നവും നടക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് മാത്രം നടക്കാത്തതായിരിക്കും. അതിനെയാണ് നമ്മൾ സ്വപ്നമെന്ന് പറയുന്നത്. എൻ്റെ ദേവേട്ടൻ ഈ ജീവിതം സ്വപ്നം കാണാത്തതായതുകൊണ്ടാണ് അത് നടന്നു. അപ്പോൾ സ്വപ്നം കാണുന്നതിലും ഭേദം കാണാതെ ഇരിക്കുന്നതാ, എല്ലാം നടക്കും, വിന്ദ പറഞ്ഞു. നിൻ്റെ ഈ കുട്ടിത്തലയിൽ ഇത്രയും ബുദ്ധിയുണ്ടല്ലോ, നീ ഒരു സംഭവം തന്നെ മിത്രകുട്ടി, ആദി പറഞ്ഞു. അതെ, അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി, നല്ല കുട്ടി, വിന്ദ പറഞ്ഞു. ആദി വിന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ആ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചുകൊണ്ട് മുകളിലേക്ക് ഒരു ചിരിയോടെ നോക്കി. ആദി നോക്കുന്നത് കണ്ട് വിന്ദയും അവൻ്റെ ഒപ്പം ഒരു ചിരിയോടെ മുകളിലേക്ക് നോക്കി അങ്ങനെ നിന്നു. നീ ആ നക്ഷത്രത്തെ കണ്ടോ മിത്രമോളെ? മാനത്തിൽ തെളിഞ്ഞ നക്ഷത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ആദി വിന്ദയോട് ചോദിച്ചു. ആ, കാണുന്നുണ്ടല്ലോ ദേവേട്ട, അതിനിപ്പോൾ എന്താ, ഈ മാനത്തൊരു നക്ഷത്രം മാത്രമല്ലേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ ദേവേട്ട? വിന്ദ ചോദിച്ചു. അതിൻ്റെ അടുത്തുള്ള ആ ഹാഫ് മൂണിൻ്റെ തിളക്കം ഒന്നുകൂടി കൂടുന്നത്. അതുപോലെ തന്നെയാണ് നീയും എൻ്റെ ജീവിതത്തിൽ. എത്ര തെളിച്ചമുണ്ടെങ്കിലും നീ എന്ന കുഞ്ഞു ദീപം ഉണ്ടെങ്കിലേ എനിക്ക് തിളക്കമുള്ളൂ, ആദ്യൊരു ചിരിയോടെ വിന്ദയോട് പറഞ്ഞു. വിന്ദ ആദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖമമർത്തി അങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മീനുവിൻ്റെ മുടി കെട്ടിവെച്ചു കൊടുക്കുവാണ് സ്റ്റാലിൻ. മുടി മുഴുവൻ എടുത്ത് പോണിടെയിൽ രീതിയിൽ കെട്ടിക്കൊണ്ട് അവളെ തിരിച്ചു നിർത്തി. ശേഷം ഒരു നുള്ളു കുങ്കുമം അവളുടെ നെറ്റിയിലിട്ട് ഒരു കുഞ്ഞു കറുത്ത പൊട്ടും കൂടെ വെച്ചു കൊടുത്തു. സുന്ദരിയായി എൻ്റെ ഭാര്യ, മീനുവിൻ്റെ കവിളിലായി കുറേ വട്ടം ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മീനു സ്റ്റാലിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാൽവിരൽ കുത്തി ഉയർന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു. നമുക്ക് പോവാം മിച്ചേ, പോയിട്ട് കുറേ ഫുഡ് കഴിക്കാം, കുറേ ബൈക്കിൽ ചുറ്റിത്തിരിയാം, മീനു പറഞ്ഞു. പോവാം, നമുക്ക് മെയിൻ റോഡിലൂടെ കൈപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കാം, സ്റ്റാലിൻ പറഞ്ഞു. നല്ല രസമായിരിക്കൂലേ ഇച്ചേ, മീനു പറഞ്ഞു. പിന്നല്ലാതെ, നമുക്ക് ചൂട് ചായ കുടിക്കാം, കഴിക്കാൻ തട്ടുകടയിൽ പോകാം, സ്റ്റാലിൻ പറഞ്ഞു. തട്ടുകടയിലെ ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലേ ചേ, എനിക്ക് കഴിക്കണം, മീനു പറഞ്ഞു. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാലോ കൊച്ചിന്, വാടി, നമുക്ക് ഇങ്ങനെ നിന്നാൽ പറ്റില്ല, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ മീനു സ്റ്റാലിനിൽ നിന്നും അകന്നു മാറി അവൻ്റെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് മെല്ലെ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങി.